വന്ദനം. രാമായണം എന്ന് കേൾക്കാത്തവരില്ല. നമ്മളുടെ വീടുകളിൽ നിത്യപാരായണ ഗ്രന്ഥമാണല്ലോ രാമായണം. രാമന്റെ അയനം അഥവാ രാമൻ ജീവിച്ച വഴിയാണ് രാമായണമത്രേ. എന്നാൽ പ്രശസ്ത സാഹിത്യ നിരൂപകൻ ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞത് രാമായണം രാമന്റെ മാത്രം അയനമല്ല, രമയുടേത് കൂടിയാണെന്ന്. രമ എന്നാൽ മഹാലക്ഷ്മി, മഹാലക്ഷ്മി തന്നെ സീത. രാമായണത്തിൽ രാമനും സീതയ്ക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും മാത്രം മത്സരിക്കുന്ന ഒരു ഉത്തമ കുടുംബത്തിലെ മരുമകളാണ് സീത. ദുർബുദ്ധികളായ ഏഷണിക്കാർക്ക് കീഴ്പ്പെട്ട് തൻ കാര്യം നേടാനായി കുടുംബം തകർക്കുന്നവരെ എല്ലാ കാലത്തും എല്ലാ ദേശത്തും നാം കാണാറുണ്ട്. അങ്ങനെ തകർച്ചയിലേക്ക് നീങ്ങുന്ന കുടുംബത്തിൻ്റെ സഹനവും ത്യാഗവും ഒരു മാന്ത്രിക സ്പർശമാവുന്ന അപൂർവം ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ ദേവതയായി നമുക്ക് രാമായണത്തിലെ സീതയെ കാണാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ ഇഷ്ടമുള്ള, എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു ഉജ്ജ്വല ശ്രീരത്നമാണ് സീത. സീതയെ നാം ആദ്യമായി കാണുന്നത് ജനക രാജധാനിയിൽ ഒരുക്കിയ സ്വയംവര മണ്ഡപത്തിലാണ്. അച്ഛനമ്മമാരുടെയും ബന്ധുജനങ്ങളുടെയും കൊട്ടാര ജോലിക്കാരുടെയും നടുക്ക് നിൽക്കുമ്പോഴാണ് വിശ്വാമിത്ര മുനിയുടെ കൂടി അമ്പും വില്ലും പടച്ചട്ടയും ധരിച്ച് രണ്ട് കുമാരന്മാർ, പൂർണ്ണചന്ദ്രനെ പോലെയുള്ള ശ്രീരാമചന്ദ്രൻ ജനക മഹാരാജാവ് കൊടുത്ത വീരപരീക്ഷയിൽ വിജയിച്ച് തലയുയർത്തി നിൽക്കുന്നു. ആ വീരന്റെ കഴുത്തിൽ വരണമാല്യം ചാത്തുമ്പോൾ സീതയുടെ മനസ്സിൽ സന്തോഷം മാത്രമല്ലായിരുന്നു, അഭിമാനവും കൂടിയായിരുന്നു. കാരണം അതിശക്തരായ മാരീച സുബാഹുമാരെയും സംഘത്തെയും തോൽപ്പിച്ച് യാഗരക്ഷ നടത്തിയ ലോകൈക വീരനാണ് താൻ ഉയർത്തിയ വരണമാല്യത്തിന് തലകുനിച്ചു. വിവാഹ ഘോഷയാത്രയ്ക്കിടയിൽ വഴി തടഞ്ഞ പരശുരാമനെ പറഞ്ഞ് ശാന്തനാക്കിയ കോസല രാജ്യത്തിൻ്റെ ഭാവി രാജാവ്. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുന്നത് ഏതൊരു സ്ത്രീക്കാണ് സന്തോഷമില്ലാതിരിക്കുക? രാമലക്ഷ്മണന്മാരുടെയും സഹോദരങ്ങളുടെയും ഭാര്യമാരായ തൻ്റെ 3 സഹോദരന്മാരോടൊപ്പം അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ അഹങ്കാരം സീതയിൽ ഒട്ടുമില്ലായിരുന്നു. സന്തോഷകരമായ വർഷങ്ങൾ ചിലത് കടന്നുപോയി. ഒരിക്കൽ ശ്രീരാമൻ സീതയുടെ കാതിൽ പറഞ്ഞു, സീതയെ ദേവി, നാളെ കുറച്ചുകൂടി സന്തോഷിക്കാൻ തയ്യാറായിക്കൊള്ളും. നാം ഇന്ന് വ്രതത്തിലാണ്. രാത്രി ഭക്ഷണം ഉപേക്ഷിച്ച് നിലത്ത് ദർഭപ്പുല്ല് വിരിച്ച് അതിലാണ് ഉറക്കം. മിഴിച്ചു നോക്കിയ സീതയോട് ശ്രീരാമൻ ഒന്നുകൂടി പറഞ്ഞു, നിന്റെ ആര്യപുത്രൻ നാളെ കോസല രാജ്യത്തിൻ്റെ ഇളയ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. എൻ്റെ ജാനകി ഇളയ മഹാറാണിയാവും.